നമസ്കാരം. റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്താൻ ഇന്ത്യ സമ്മതിച്ചുവെന്ന ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തിൽ ശക്തമായി പ്രതികരിച്ച് വിദേശകാര്യ മന്ത്രാലയം രംഗത്ത് വന്നു. രാജ്യത്തെ 1.4 ബില്യൺ ജനങ്ങളുടെ താൽപര്യങ്ങൾക്കാണ് തങ്ങൾ പ്രാധാന്യം നൽകുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യൻ ജനങ്ങളുടെ ഊർജ്ജ സുരക്ഷ എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഇന്ധനം വാങ്ങുക എന്നത് തങ്ങളുടെ നയത്തിന്റെ ഭാഗമാണ്. അന്താരാഷ്ട്ര സാഹചര്യം ഉൾപ്പെടെ മുൻനിർത്തിയാണ് ഇന്ത്യ എവിടെ നിന്ന് എണ്ണ വാങ്ങണമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനം എടുക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഉഭയകക്ഷി വ്യാപാര കരാറിന്റെ ഭാഗമായി യുഎസിൽ നിന്ന് എണ്ണ ഇറക്കുമതി കുത്തനെ വർദ്ധിപ്പിക്കാൻ ഇന്ത്യ ഒരുങ്ങുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ അളവ് ഇന്ത്യൻ കമ്പനികൾ ഗണ്യമായി കുറച്ചതിന് പിന്നാലെയാണ് പുതിയ നീക്കം. യുഎസിൽ നിന്ന് എത്രത്തോളം അധികം അസംസ്കൃത എണ്ണയും പ്രകൃതിവാതകവും ഇറക്കുമതി ചെയ്യാമെന്ന് വിലയിരുത്തുന്നതിനായി പൊതുമേഖലാ എണ്ണ കമ്പനികളുടെയും പ്രകൃതിവാതക കമ്പനികളുടെയും മുതിർന്ന ഉദ്യോഗസ്ഥർ ഈ ആഴ്ച ഊർജ്ജ മന്ത്രാലയം പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്താൻ സമ്മതിച്ചുവെന്ന ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തിന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം നൽകിയ പ്രതികരണം രാജ്യത്തിന്റെ വിദേശ നയത്തിലെ വ്യക്തതയും ആത്മവിശ്വാസവും ഒരിക്കൽ കൂടി ലോകത്തിനു മുന്നിൽ തെളിയിച്ചതാണ്. വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാളിന്റെ വാക്കുകൾ വെറും നയപ്രഖ്യാപനമല്ല, അത് ഇന്ന് നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ഇന്ത്യയുടെ അടിസ്ഥാന രാഷ്ട്രീയ ദർശനത്തിന്റെ സാരമാണ്. ഊർജ്ജ സുരക്ഷ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമല്ല, മറിച്ച് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരതയും സാമൂഹ്യ സുരക്ഷയും നിർണ്ണയിക്കുന്ന അടിസ്ഥാന ഘടകമാണ്. ഇന്ത്യ പോലുള്ള വികസനാത്മക രാജ്യത്തിന്, പ്രത്യേകിച്ച് ആഗോള വിപണിയിൽ ഇന്ധനവില അസ്ഥിരമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ചെലവ് കുറഞ്ഞ ഊർജ്ജ സ്രോതസ്സുകളിലേക്കുള്ള പ്രവേശനം അനിവാര്യമാണ്. റഷ്യൻ എണ്ണ വാങ്ങിയതിന്റെ പേരിൽ ഇന്ത്യയെ വിമർശിക്കുന്നവർ അതേസമയം യൂറോപ്പിലെ പല രാജ്യങ്ങളും തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് റഷ്യയുമായുള്ള വ്യാപാരം തുടരുന്നത് സൗകര്യപൂർവ്വം മറക്കുന്നു. ഇവിടെ ഇന്ത്യ ചെയ്തത് എന്താണ്? സ്വന്തം ജനങ്ങളുടെ താല്പര്യം സംരക്ഷിച്ചു, അത്രമാത്രം. ഈ വിഷയത്തിൽ ട്രംപിന്റെ അവകാശവാദങ്ങൾ ഉയർത്തിക്കാട്ടി കോൺഗ്രസ് നേതൃത്വം കേന്ദ്ര സർക്കാരിനെ ആക്രമിക്കുന്നത് അവരുടെ പതിവ് രാഷ്ട്രീയ കപടതയുടെ മറ്റൊരു ഉദാഹരണമാണ്. ഒരു കാലത്ത് നോൺ അലൈൻമെന്റ് എന്ന വാക്കു മാത്രം ഉരുവിട്ടുകൊണ്ട് വ്യക്തതയില്ലാത്ത വിദേശ നയം പിന്തുടർന്ന കോൺഗ്രസിന് ഇന്ന് ആത്മവിശ്വാസത്തോടെ സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുന്ന ഇന്ത്യയെ മനസ്സിലാക്കാൻ കഴിയില്ല. അമേരിക്ക എന്ത് പറയുന്നു? യൂറോപ്പ് എന്ത് ചിന്തിക്കുന്നു? ഇതൊന്നുമല്ല. ഇന്ത്യക്ക് എന്ത് ആവശ്യമാണെന്ന ചോദ്യമാണ് മോദി സർക്കാർ ആദ്യം ചോദിക്കുന്നത്. അതാണ് യഥാർത്ഥ ദേശീയത. മോദിയെ പ്രകീർത്തിക്കേണ്ടത് ഇവിടെയാണ്. ആഗോള സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ഇന്ത്യ ആദ്യം എന്ന നിലപാടിൽ ഉറച്ചു നിന്ന് അദ്ദേഹം ലോക നേതാക്കളോട് സംസാരിക്കുന്നു. അത് റഷ്യയുമായുള്ള ഊർജ്ജ ഇടപാടുകളിലായാലും അമേരിക്കയുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിലായാലും. ഇന്ത്യയുടെ സ്വതന്ത്രതയ്ക്കും അഭിമാനത്തിനും ഒരു കുറവും വരുത്താത്ത സമീപനമാണ് മോദി സർക്കാർ സ്വീകരിക്കുന്നത്. ട്രംപിന്റെ പ്രസ്താവനകൾക്ക് പിന്നാലെ വിദേശകാര്യ മന്ത്രാലയം നൽകിയ വ്യക്തമായ മറുപടി മോദി സർക്കാരിന്റെ ഈ ആത്മവിശ്വാസത്തിന്റെ പ്രതിഫലനമാണ്. റഷ്യൻ എണ്ണ വിഷയത്തിൽ ഇന്ത്യ സ്വീകരിച്ച നിലപാട് ഒരു പ്രത്യേക രാജ്യത്തോടുള്ള അനുകൂലമോ പ്രതികൂലമോ അല്ല, മറിച്ച് ഇന്ത്യൻ ജനങ്ങളോടുള്ള ഉത്തരവാദിത്തത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മോദി സർക്കാരിന്റെ ഉറച്ച നിലപാടാണ് ഇന്ന് ഇന്ത്യയെ ആഗോളതലത്തിൽ ഒരു ആത്മവിശ്വാസമുള്ള ശക്തിയായി ഉയർത്തിയത്. ട്രംപ് എന്ത് പറഞ്ഞു എന്നതിലല്ല, ഇന്ത്യ എന്ത് ചെയ്യുന്നു എന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ആ ഇന്ത്യയുടെ ശബ്ദമാണ് വിദേശകാര്യ മന്ത്രാലയം ലോകത്തോട് പറഞ്ഞത്, വ്യക്തമായി, ശക്തമായി, സംശയരഹിതമായി.